ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ജനുവരിയിൽ പരിഗണിക്കാൻ മാറ്റി. കട്ടിളപ്പാളി കേസിലാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നത്തേക്കായിരിക്കും പരിഗണിക്കുക? രോഹിണി, കൊല്ലത്തെ വിജിലൻസ് കോടതി പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ജാമ്യം ലഭിക്കാനായിട്ടുള്ള ഒരു നീക്കം പ്രതി നടത്തിയത്. ഇന്ന് ഇത് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നെങ്കിലും അടുത്ത മാസം ജനുവരിയിലേക്ക് പരിഗണിക്കാനായിട്ട് മാറ്റുകയായിരുന്നു. പ്രധാനമായിട്ടും ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയിൽ പത്മകുമാർ ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് കട്ടിളപ്പാളി കേസിലാണ് ജാമ്യം ഹർജി നൽകിയിട്ടുള്ളത്. അതായത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഈ ദേവസ്വം ബോർഡിന്റെ തീരുമാനം എടുക്കുന്നത് കൂട്ടായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഈ കട്ടിളപ്പാളി കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തീരുമാനവും ദേവസ്വം ബോർഡ് ഒരുമിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തന്നെ മാത്രം കുറ്റക്കാരനാക്കുന്ന ഒരു സമീപനമാണ് അന്വേഷണ സംഘം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ താൻ അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ട് തനിക്ക് ജാമ്യം നൽകണമെന്നുള്ള ഒരു ആവശ്യമാണ് പത്മകുമാർ ഉന്നയിച്ചിട്ടുള്ളത്. ഈ മിനിറ്റ്സിൽ ചെമ്പെന്നെഴുതിയതും എല്ലാവരുടെയും അറിവോടെയാണെന്നുള്ള ഒരു വാദവും പത്മകുമാർ ഹൈക്കോടതി നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. മറ്റുള്ളവരെ ഒഴിവാക്കി എന്നുള്ളതാണ് പ്രധാനമായിട്ടുമുള്ള ഒരു വാദമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. എന്ത് ഉപാധികളും അനുസരിക്കാൻ താൻ തയ്യാറാണ്. അന്വേഷണത്തിൽ ഏതെങ്കിലും സ്വാധീനം ചെലുത്തുകയോ അങ്ങനെ ഒന്നും സാക്ഷികളെ സ്വാധീനിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് ജാമ്യം നൽകണമെന്നുള്ളതാണ് പത്മകുമാറിന്റെ ആവശ്യം. എന്തായാലും ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷയിൽ വിശദമായിട്ട് തന്നെ വാദം കേൾക്കാനായി ജനുവരിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. രോഹിണി.